ചേട്ടനെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ചേട്ടനൊരു വാക്ക് പറയുമ്പോൾ ഇപ്പോൾ കാറ്റ് ഉണ്ടെങ്കിൽ, അകലെ ഉണ്ടെങ്കിൽ, കാറ്റ് എന്ന് പറയുമ്പോൾ ആ കാറ്റ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അകലെ എന്ന് പറയുമ്പോൾ അകലയിലേക്ക് നമ്മൾ പോകുന്നു. എനിക്ക് അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ട ഗായകനാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ നമ്മൾ ചെയ്യുന്ന പാട്ട് അത് എവിടെ എത്തണം എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുപോലെ ഭാഷയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഗായകർ വിരളമാണ്. ഒരുപാട് വായനയുള്ള ഒരു വ്യക്തിയാണ് ജയേട്ടൻ. ലിറിക്കിനെ, അതിൻ്റെ സാഹിത്യത്തെ ഒരുപാട് ഡീപ്പായിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റിയെ മനസ്സിലാക്കി പാടുന്ന, സാധാരണ പാട്ടുകാരൻ്റെ ക്വാളിറ്റി അക്ഷരസ്ഫുടതയോടെ പാടുകയാണെന്ന് പറയും. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന്, അക്ഷരസ്ഫുടത അദ്ദേഹത്തിൻ്റെ രക്തത്തിലുണ്ട്. അതുകൂടാതെ അദ്ദേഹം ഓരോ വാക്കിനും അദ്ദേഹം അണ്ടർലൈൻ ചെയ്യുന്ന ഭാവം അത് വളരെ എക്സൈറ്റിംഗ് ആണ്. ബിജുപാൽ ഒരുപാട് കാര്യം പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ഒരു വാചകം പറഞ്ഞപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒന്ന് അടിച്ചു. ഏതാണെന്നറിയോ? വായനയുടെ കാര്യം പറയും. വായനയില്ല, അതെനിക്കറിയാം. മടിയനാണ് അയാള്. വായിക്കാറേ ഇല്ല, വായിക്കാനുള്ള ക്ഷമയില്ല എനിക്ക്. പുസ്തകം വായനയില്ല, അങ്ങനെ സ്വഭാവം. പുസ്തകം വായിക്കില്ല, സിനിമ കാണില്ല, ഇല്ല. എന്തെല്ലാം നല്ല ഗുണങ്ങളുടെ ഉടമയാണ് ചേട്ടാ. ബിജുപാലിൻ്റെ ഒരു പാട്ട്, ഒരുപക്ഷെ ബിജുപാൽ അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ പാട്ട് കേട്ടാൽ പിന്നെ പ്രേമിക്കാതിരിക്കാൻ പറ്റില്ല. പ്രേമിക്കുമ്പോൾ ഒരു രക്ഷയില്ല. അത് കേട്ട് ഇപ്പം ഏട്ടൻ തന്നെ പാടുവാണെങ്കിൽ വീണ്ടും പ്രേമിക്കും. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തന്നേതോ തേരിൽ കഥയറിയാൻ ഇരവറിയാതൊഴുകുകയല്ലോ, അലയുകയല്ലോ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ കഥയറിയാൻ ഇരവറിയാതൊഴുകുകയല്ലോ, അലയുകയല്ലോ. അത് എൻ്റെ കഴിവെന്ന് ഞാൻ പറയാം. അത് കമ്പോസിങ്ങിൻ്റെ ബ്യൂട്ടിയാണ്. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് ബിജി പാട്ട്. പക്ഷെ അതിലൊരു ചെറിയ, അത് ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടാൻ വേണ്ടി ജയേട്ടൻ ആ എന്താ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഒന്ന് നന്നായിട്ട് ചിസിൽ ചെയ്ത് കിട്ടും. അത് ഈ ട്യൂൺ, ഒരു ബേസിക് ട്യൂൺ നന്നായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ എന്ന് പുള്ളി പറഞ്ഞുതരും. അപ്പം നമുക്ക് പ്രേമം അങ്ങോട്ട് വരുത്താം. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂ, അങ്ങനെ 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 തലയോട് അല്ല, ഇതൊരു ടെക്നിക്കാണ്. ടെക്നിക്കല്ല, ഒരുപാട് വിളഞ്ഞ ആളാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഈ പ്രേമത്തിൻ്റെ സർവകലാശാലയിൽ നിന്ന് ഒന്നോ രണ്ടോ പാഠങ്ങൾ നുകരാൻ ഒരു കഴിയില്ല, തരില്ല, കഴിയില്ല, പറ്റില്ല.